ഓം ശാന്തി. മമ്മയുടെ പുണ്യ സ്മൃതി ദിവസത്തിൻ്റെ ഭോഗ് സന്ദേശം. ഇന്ന് ഭോഗുമായി വതനത്തിലേക്ക് പോയി. മുന്നിൽ ബാബയെ കണ്ടു. കൂടെ ബാബ മമ്മയെയും എമർജ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് ബാബ എല്ലാ ദാദിമാരെയും ആദിരത്നങ്ങളെയും വതനത്തിൽ എമർജ് ചെയ്തു. ഇന്ന് വതനത്തിൽ പോയപ്പോൾ ഒന്നാമതായി ഇന്ന് ബാബയുടെയും മമ്മയുടെയും മുന്നിൽ വളരെയധികം സുന്ദരമായ ഭോഗിൻ്റെ താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കാണുന്നത് മമ്മയുടെ സംഗമയുഗി ദൃശ്യരൂപം. മമ്മയുടെ രണ്ടാമത്തെ രൂപം വളരെ സുന്ദരവും അലങ്കരിക്കപ്പെട്ടതും ആയിരുന്നു. ആഭരണങ്ങൾ കൊണ്ടുള്ളവയല്ല. ബാബ മമ്മയെ അത്രയും മനോഹരമായ പൂക്കൾ കൊണ്ട്, വെറൈറ്റി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഇരുത്തിയിരിക്കുകയായിരുന്നു. മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, ഇത് എന്താണ്? ഒന്നാമത്തേത് സംഗമയുഗിയാണ്, രണ്ടാമത്തേത് മമ്മയെ ഇത്രയും സുന്ദരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിച്ചു, കുട്ടി, മമ്മ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നപ്പോൾ വളരെ സിമ്പിളായി ജീവിച്ചു. മമ്മ ബാബയുടേതായി മാറിയപ്പോൾ മമ്മ സ്വയം വളരെയധികം ദിവ്യ ഗുണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ബാബയുടെ ഓരോ കാര്യവും മമ്മ വളരെയധികം തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരുന്നു. അതിൻ്റെ തന്നെ സ്വരൂപമായി മാറുമായിരുന്നു. മമ്മ വളരെ ശ്രദ്ധയോടെ ബാബയുടെ നേർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മമ്മയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ബാബയോടും പറഞ്ഞു, ലോകത്തിൽ പണ്ട് മാതാവിന് ഇത്രയും മാന്യത ഉണ്ടായിരുന്നില്ല. യജ്ഞത്തിലും മമ്മയെക്കുറിച്ച് ഇത്രയും തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല, മഹത്വവും ഉണ്ടായിരുന്നില്ല. ബാബ ഇപ്പോൾ ഇത്രയും മഹത്വം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ബാബ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, മുൻപ് ഇത്രയും ബ്രാഹ്മണരായ കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നില്ല, ലോകത്തുള്ളവരും അറിഞ്ഞിരുന്നില്ല. ബാബ വളരെ നല്ലൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ഏതുപോലെ ലോകത്തിൽ ഒരു കുട്ടി ജനിക്കുകയും അമ്മ ജന്മം നൽകുമ്പോൾ തന്നെ ദേഹം വിട്ട് പോവുകയുമാണെങ്കിൽ കുട്ടി ബാക്കിയാകുന്നു. എന്നാൽ കുട്ടി വളരുമ്പോൾ അതിൻ്റെ അമ്മയുടെ ഏതെല്ലാം വിശേഷതകളാണോ മറ്റുള്ളവർ കേൾപ്പിക്കുന്നത്, ആ വിശേഷതകൾ കാരണം കുട്ടിയുടെ മനസ്സിൽ മമ്മയെ പ്രതിയുള്ള ഭാവന വർദ്ധിക്കുന്നു, ആദരവ് വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ യജ്ഞത്തിൽ മമ്മയുടെ കാര്യങ്ങൾ പഴയവരും പുതിയ കുട്ടികളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ മമ്മയെ പ്രതി അഥവാ ജഗദംബയെ പ്രതി അവരുടെ ഭാവന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കൂ. ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് എന്താണോ കേൾപ്പിക്കുന്നത് അത് ഞാൻ കേൾക്കും. അപ്പോൾ ബാബ പറയുവാൻ തുടങ്ങി, നോക്കൂ, ലോകത്തിൽ ലക്ഷ്മിയുടെ രൂപത്തിൽ വർഷത്തിൽ ഒരു തവണ പ്രത്യക്ഷമാകുന്നു. എന്നാൽ ജഗദംബയുടെ പൂജ വർത്തമാന സമയത്ത് ഓരോ കോണിലും നടക്കുന്നു. കുട്ടിക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, ബാബ, കുറച്ചൊക്കെ കേൾക്കാറുണ്ട്. ബാബ പറഞ്ഞു, ജഗദംബയുടെ പൂജ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ജഗദംബ എല്ലാവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കുന്നവളായിരുന്നു. അപ്പോൾ ബാബ പറയുവാൻ തുടങ്ങി, സാകാരത്തിലും ബാബ കുട്ടികളോട് എന്തെങ്കിലും പറയുമായിരുന്നപ്പോൾ
കുട്ടികൾ എപ്പോഴെങ്കിലും മമ്മയുടെ അടുത്ത് എന്തെങ്കിലും കാര്യവുമായി ചെന്നാൽ മമ്മ വളരെ സ്നേഹത്തോടെ ആ കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. ആ കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കുകയും ചെയ്യുമായിരുന്നു. അവരെ സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, മമ്മയുടെ യഥാർത്ഥ സ്വരൂപം സമയമനുസരിച്ച് ലോകത്തിലും പ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ ദേവിമാരുടെയും പൂജ സമയമനുസരിച്ച് 1-2 തവണയാണ് നടക്കുന്നത്. എന്നാൽ ജഗദംബയുടെ രൂപത്തിൽ ഇന്നത്തെ സമയത്ത് വളരെയധികം പൂജകൾ നടക്കുന്നു, പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടി ഇപ്പോൾ മമ്മയുടെ ഈ യഥാർത്ഥ രൂപം കണ്ടുവോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മയുടെ രൂപം കാണുന്നുണ്ട്. 2 രൂപങ്ങളും എൻ്റെ മുന്നിൽ ഉണ്ട്. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, അതിനാലാണ് ലോകത്തിൽ ആളുകൾ ലക്ഷ്മിയുടെയും രാധയുടെയും പേരാണ് ആദ്യം പറയുന്നത്. പിന്നീടാണ് നാരായണൻ്റെയും കൃഷ്ണൻ്റെയും പേര് പറയുന്നത്. അപ്പോൾ ബാബയും സാകാരത്തെ മമ്മയ്ക്ക് മഹത്വം നൽകിയിരുന്നു, റെസ്പെക്റ്റ് നൽകിയിരുന്നു. എന്നാൽ മമ്മയുടെ മനസ്സിൽ ബാബയെ പ്രതി ഇത്രയും റെസ്പെക്റ്റും സ്നേഹവും ഇത്രയും ആദരവും ഉണ്ടായിരുന്നു. അതിനാൽ മമ്മ എത്രയും വേഗത്തിൽ മുന്നോട്ടു പോയി, പുരുഷാർത്ഥം ചെയ്തു. മമ്മ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടന്നു, ആജ്ഞയനുസരിച്ച് നടന്നു. അതിനാൽ മമ്മ മുന്നിൽ ഫസ്റ്റ് നമ്പർ നേടി, ബാബയേക്കാൾ മുന്നിൽ പോയി. ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നിൽ എല്ലാം കണ്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് മമ്മയുടെ വിശേഷ ദിവസമാണ്. വിശേഷിച്ച് എല്ലാവരുടെയും ബ്രാഹ്മണ പരിവാരത്തിലെ എല്ലാവരുടെയും സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, മമ്മ താങ്കൾ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കേൾപ്പിക്കൂ. ബ്രാഹ്മണരായ കുട്ടികൾ ഇരിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെയും കുട്ടികൾ ഇന്ന് വിശേഷിച്ച് താങ്കളുടെ ദിവസം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മ വളരെയധികം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാബ, ഞാനും ഇപ്പോൾ വരെയും ഇത്രയും വർഷങ്ങളായി ഗുപ്ത രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യക്ഷമാകാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ബാബയും ബ്രഹ്മബാബയും പറയുവാൻ തുടങ്ങി, ബാബ ആ കാത്തിരിപ്പിൽ സൂക്ഷ്മലോകത്തിൽ ഇരിക്കുകയാണ്. ശിവ് ബാബ വരുന്നു, പോകുന്നു, പൊയ്ക്കളയുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, മമ്മയുടെ ആ സൂക്ഷ്മമായ സൂചന എല്ലാ ബ്രാഹ്മണരായ കുട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ടാകും, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇന്ന് ബാബ എല്ലാ ദാദിമാരെയും വതനത്തിൽ എമർജ് ചെയ്തു. എല്ലാ ദാദിമാരുടെയും പേരുകൾ നോക്കുമ്പോൾ യജ്ഞത്തിലെ എത്ര പേരാണുള്ളത്? ബാബ പറഞ്ഞു, ഇന്ന് ബാബയുടെ വതനത്തിൽ ആദിരത്നങ്ങളുടെ മുഴുവൻ സദസ്സും കൂടിയിരിക്കുകയാണ്. ബാബ പറഞ്ഞു, തുടക്കത്തിൽ ബാബയുടെയും മമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആദിരത്നങ്ങളായ കുട്ടികൾ ഇന്ന് വതനത്തിലും ഒരുമിച്ച് ഇരിക്കുന്നത് കണ്ട് ബാബയ്ക്കും മമ്മയ്ക്കും സന്തോഷം ഉണ്ടാവുകയാണ്. അതിനുശേഷം ബാബ മമ്മയെ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. ഇന്ന് ബാബ മമ്മയെ ഭോഗ് സ്വീകരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെ നമ്മുടെ എല്ലാ ദാദിമാരും ഉണ്ടായിരുന്നു. ദാദിമാരെല്ലാവരും ഓരോരുത്തരായി ഇന്ന് മമ്മയെ ഭോഗ് സ്വീകരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് മമ്മയ്ക്ക് നിമിത്തമായി ഇത്രയും പ്രകാരത്തിലുള്ള ഭോഗ് വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു,
കുട്ടി, മധുബന്റെ വിശേഷത ഇതാണ്. മധുബനെ കോപ്പി ചെയ്യുവാൻ, അനുകരിക്കുവാൻ ആർക്കും കഴിയില്ല. മധുബനിലെ കുട്ടികൾ വിശേഷിച്ച് ഭോഗ് ഉണ്ടാക്കുന്നു. അതിൽ അത്രയും സ്നേഹവും ഭാവനയും നിറയ്ക്കുന്നു. അപ്പോൾ ഇന്ന് ബാബയും തൻ്റെ എല്ലാ അഡ്വാൻസ് പാർട്ടിയിലെ ദാദിമാരെയും ദാദാമാരെയും എമർജ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വളരെ സ്നേഹത്തോടെ മമ്മയെയും ബാബയെയും ഇന്ന് ഭോഗ് സ്വീകരിപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയും മമ്മയും എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും നൽകിക്കൊണ്ട് എനിക്ക് താഴേക്ക് പോകാനുള്ള അനുവാദം നൽകി. പിന്നെ താഴെ സാകാരവതനത്തിലേക്ക് എത്തിച്ചേർന്നു. ജഗദംബേ ദേവി സരസ്വതി, ഈശ്വര സ്നേഹത്തിൻ ദീപം തെളിച്ച വിശ്വപ്രകാശമേ, ജഗദംബേ അമ്മേ, ജഗദംബേ ദേവി സരസ്വതി. ജഗദംബേ അമ്മേ, ജഗദ